ബി.ജെ.പിക്ക് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് തൊട്ട് അടിക്കടി പ്രശ്നങ്ങൾ നേരിടുകയാണ്. അതിൽ പ്രജ്വൽ രവണ തൊട്ട് പ്രശ്നങ്ങൾ തുടരുകയാണ്. പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ ആയുധമായി തിരിച്ചു വന്ന് തറയ്ക്കുകയാണ്. അങ്ങനെയൊന്നാണ് തൃണമൂൽ കോൺഗ്രസ് നേതാവിനെതിരെ കെട്ടിച്ചമച്ച കേസ് വ്യാജമാണെന്നുള്ള ബി.ജെ.പി നേതാവിന്റെ വീഡിയോ പുറത്തു വന്നത് ബി.ജെ.പിക്ക് തിരിച്ചടിയായി. പശ്ചിമ ബംഗാളിൽ പൊതുതെരഞ്ഞെടുപ്പ് റാലികളിലും പ്രചരണ രംഗത്തും ഏറെ ചർച്ചയായ വിഷയങ്ങളിൽ ഒന്നായിരുന്നു സന്ദേശ് ഗാലി ലൈംഗിക അതിക്രമ പരാതി. തൃണമൂൽ കോൺഗ്രസ് നേതാവിനെതിരെ സന്ദേശ് ഗാലിയിലെ നിരവധി സ്ത്രീകൾ ലൈംഗിക അതിക്രമ പരാതിയുമായി രംഗത്തെത്തി. പാർട്ടിക്ക് വൻ തിരിച്ചടിയായിരുന്നു അത്. പിന്നീട് അത് വ്യാജമാണെന്നും തെളിയിക്കപ്പെട്ടു. സന്ദേശ് ഗാലിയിൽ നടന്നതെല്ലാം മുൻകൂട്ടി ആസൂത്രണം ചെയ്തതാണെന്ന് പറയുന്ന ബി.ജെ.പി നേതാവിന്റെ വീഡിയോയാണ് തൃണമൂൽ കോൺഗ്രസ് പുറത്തുവിട്ടത്. ഇതാണ് ബി.ജെ.പിക്ക് വിനയായത്. ബി.ജെ.പിയുടെ സന്ദേശ് ഗാലി 2 മണ്ഡലം അധ്യക്ഷൻ ഗംഗാധർ കോയിലിന്റെ 32 മിനിറ്റ് ദൈർഘ്യമുള്ള ഒളിക്യാമറ വീഡിയോയാണ് കേസ് തെളിയിക്കാൻ സഹായകമായത്. ബംഗാളിലെ ബി.ജെ.പി നേതാവ് സുവേന്ദു അധികാരിയാണ് ഗൂഢാലോചനയ്ക്ക് പിന്നിലെന്നും ഗംഗാധർ കോയിൽ വീഡിയോയിൽ പറയുന്നു. എന്നാൽ അബദ്ധം മനസ്സിലാക്കിയ ഗംഗാധർ കോയിൽ വീഡിയോ വ്യാജമാണെന്നും ശബ്ദം എഡിറ്റ് ചെയ്തുവെന്നും രംഗത്തുവന്നു. AI ഉപയോഗിച്ച് കൃത്യമായാണ് വീഡിയോ ഉണ്ടാക്കിയിരുന്നതെന്നും അതിനാൽ വീഡിയോ പുറത്തുവന്ന സംഭവത്തിൽ CBI അന്വേഷിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. അപ്പോഴാണ് സന്ദേശ് ഗാലി സംഭവം ബംഗാളിൽ തെരഞ്ഞെടുപ്പ് ശക്തമായ പ്രചരണ ആയുധമാക്കാമെന്ന് ബി.ജെ.പിക്ക് തോന്നിയത്. അതിനാലാണ് ഇത്തരത്തിലൊരു വീഡിയോ പുറത്തിറക്കിയത്. ഇതേ തുടർന്ന് ബംഗാളിലെ സ്ത്രീകളുടെ അവസ്ഥയോർത്ത് രാജാറാം മോഹൻ റായിയുടെ ആത്മാവ് വേദനിക്കുന്നുണ്ടാവുമെന്നായിരുന്നു പ്രധാനമന്ത്രി സംഭവത്തെക്കുറിച്ച് മോദി മറുപടി നൽകിയത്. അതേസമയം ആരോപണവിധേയനായ നേതാവിനെ തൃണമൂൽ കോൺഗ്രസ് സംരക്ഷിക്കുകയായിരുന്നുവെന്നും മമതയ്ക്ക് നാണമില്ലേ എന്നും പ്രധാനമന്ത്രി ചോദിക്കുകയുണ്ടായി. പക്ഷേ സന്ദേശ് ഗാലി വിഷയത്തിൽ തൃണമൂൽ കോൺഗ്രസിനെതിരെ ഗവർണർ C.V. ആനന്ദ് ബോസും രംഗത്തെത്തിയിരുന്നു. എന്നാൽ ഇപ്പോൾ അദ്ദേഹത്തിനെതിരെ ലൈംഗിക അതിക്രമ പരാതിയുമായി രാജ്ഭവനിൽ താൽക്കാലിക ജീവനക്കാർ രംഗത്തെത്തിയതും ബി.ജെ.പിക്ക് തിരിച്ചടിയായി. സന്ദേശ് ഗാലി സംഭവം ബി.ജെ.പിയുടെ തിരക്കഥയാണ് നടന്നതെന്നുള്ള തെളിവ് സത്യം പുറത്തുകൊണ്ടുവന്നുവെന്നും ഞാൻ ഇക്കാര്യം ഏറെ മുമ്പ് തന്നെ പറഞ്ഞിരുന്നുവെന്നും മമത പുറത്തുവന്ന വീഡിയോയെക്കുറിച്ച് മറുപടി നൽകി. സന്ദേശ് ഗാലി വിഷയത്തിൽ ബി.ജെ.പിക്കെതിരെ ആരോപണവുമായി തൃണമൂൽ കോൺഗ്രസ് നേരത്തെ വന്നിരുന്നു. ബംഗാളിൽ അപകീർത്തിപ്പെടുത്താനാണ് ബി.ജെ.പിയുടെ ഗൂഢാലോചനയെന്നാണ് മുതിർന്ന നേതാവ് സുവേന്ദു അധികാരിയാണ് ഗൂഢാലോചനയ്ക്ക് പിന്നിലെന്നാണ് തൃണമൂൽ കോൺഗ്രസ് ആരോപിച്ചു. ഷാജഹാൻ ഷെയ്ഖ് ഉൾപ്പെടെയുള്ള തൃണമൂൽ നേതാക്കൾക്ക് എതിരെ ലൈംഗിക ആരോപണം ഉന്നയിക്കാൻ ഗൂഢാലോചന നടത്തി. കേന്ദ്ര ഏജൻസികൾ പിടിച്ചെടുത്ത ആയുധങ്ങൾ ഗൂഢാലോചന പ്രകാരം മുൻകൂട്ടി കൊണ്ടുവച്ചതാണ്. ഇതുമായി ബന്ധപ്പെട്ട് ബി.ജെ.പി പ്രാദേശിക നേതാവിന്റെ വെളിപ്പെടുത്തലിന്റെ വീഡിയോ ദൃശ്യമടക്കമാണ് TMC ആരോപിച്ചത്. ഇപ്പോൾ ബി.ജെ.പി പ്രാദേശിക നേതാവിന്റെ വെളിപ്പെടുത്തലിന്റെ വീഡിയോ ദൃശ്യമടക്കമാണ് മമത ബി.ജെ.പിക്കെതിരെ രംഗത്തെത്തിയിരിക്കുന്നത്. തൃണമൂൽ കോൺഗ്രസ് ഭീകരരെയും ബലാത്സംഗക്കാരെയും സംരക്ഷിക്കുന്നുവെന്നായിരുന്നു ബി.ജെ.പിയുടെ ആദ്യഘട്ടത്തിലെ ആരോപണം. പശ്ചിമ ബംഗാളിലെ സന്ദേശ് ഗാലിയിൽ സ്ത്രീകൾക്കെതിരെ തൃണമൂൽ നേതാവിന്റെ നേതൃത്വത്തിൽ ലൈംഗിക അതിക്രമം നടന്നു എന്നായിരുന്നു ആദ്യമേയുള്ള ആരോപണം. കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.